വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമുക്കെല്ലാം 1-2 വേദഭാഗങ്ങൾ വായിച്ച് കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. Gospel of Luke chapter 4 verse 8. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരാധനയെക്കുറിച്ചുള്ള വേദഭാഗങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം ചിന്തിച്ചത്. അതിനോടനുബന്ധിച്ച് നടന്ന വേദവചനങ്ങളാണ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ചുരുങ്ങിയ സമയങ്ങൾ. മോനെ, ടൈം കറക്റ്റാണോ? ടൈം കറക്റ്റാണ്. 5 minutes. ഓക്കെ, പ്രൈസ് ലോർഡ്. അതൊരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ വായിച്ച വാക്യം. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സുറപ്പിച്ച് നമ്മളെന്ന് വാക്യം ഒന്ന് വായിക്കാമോ? വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആ വാക്യം. ആ വാക്യത്തിൻ്റെ ആഴം നമുക്കിതുവരെ പിടികിട്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് വളരെ ലാഘവത്തോടെ നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളത്. താങ്ക് യു ജീസസ്. അവിടെ വായിക്കുന്നത് യേശു നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ശിഷ്യന്മാരെ പഠിപ്പിച്ചതല്ല യേശു. ഇത് ശമരിയ സ്ത്രീയോട് പറഞ്ഞ വാക്കുമല്ല. ഇത് ആരോട് പറഞ്ഞതാ? ആരോട് പറഞ്ഞതാ? പിശാചിനോട് പറഞ്ഞ ഡയറക്റ്റ് കോൺവെർസേഷൻ, ദ ഫൈനൽ വേർഡ് യേശു പിശാചിനോട് പറഞ്ഞതാ. ഒരാമയം പറയാമോ? ഹല്ലേലൂയ. പിശാചിനോട് പറഞ്ഞ ഡയറക്റ്റ് കോൺവെർസേഷനിൽ ഫൈനൽ വേർഡ് യേശു അതിനുശേഷം പിശാചിനോട് പറഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡയറക്റ്റായിട്ട് ഇന്നും കർത്താവിന് ഫൈനൽ വേർഡ് നമ്മളോടും പറയാനുള്ളത് അത് തന്നെയാണ്. കർത്താവിൻ്റെ ഫൈനൽ വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. വർഷിപ്പ് ഒള്ളി. ആ ഒള്ളി എന്നുള്ള വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ വാക്ക്. വർഷിപ്പ് ഒള്ളി ഗോഡ്. ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ ആരാധനയെ ഡൈവേർട്ട് ചെയ്യുവാൻ ഈ ലോകത്തിൽ പല കാര്യങ്ങൾ വെളിപ്പെടും. നമ്മുടെ ആരാധനയെ ഡൈവേർട്ട് ചെയ്യാൻ പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ വെളിപ്പെടും. നമ്മുടെ കോൺസെൻട്രേഷനെ മാറ്റിക്കളയാൻ, നമ്മുടെ ചിന്തയെ മാറ്റിക്കളയാൻ പല കാര്യങ്ങൾ വെളിപ്പെട്ട് ഈ ആരാധനയെ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ഫോക്കസിനെ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കും. വചനം പറയുന്നത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. വർഷിപ്പ് ഒൺലി ഗോഡ്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അതങ്ങനെ ഈസി അല്ല കാര്യം. തെറ്റുപറ്റാൻ സാധ്യതയുണ്ടോ? 100% തെറ്റുപറ്റും. മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. 100% മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ ഏറ്റവും മാറോട് ചേർന്നിരുന്നൊരു ശിഷ്യനുണ്ടായിരുന്നു, യോഹന്നാൻ. യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന ശിഷ്യൻ, യേശുവിനെ കുറിച്ച് വെളിപ്പാട് കണ്ട വ്യക്തി. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 19 അവിടെ നടക്കുന്നൊരു സംഭവം നിങ്ങളൊന്ന് പഠിക്കണം. റെവലേഷൻസ് ചാപ്റ്റർ 19 അതിൻ്റെ 10-ാമത്തെ വാക്യം, 10ഉം 11ഉം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ അവനെ നമസ്കരിക്കേണ്ട, ഞാനെന്ന് പറഞ്ഞാൽ ഈ യോഹന്നാന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും ദൈവത്തെ നമസ്കരിക്കുക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം ജീവിച്ച നമുക്ക് ഈ ആരാധനയിൽ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുള്ള മേഖല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി, ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ദൈവം അദൃശ്യനായ ദൈവമാണ്.
അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത് അദൃശ്യനായ ദൈവമാണ്. ദൃശ്യമാകാൻ കഴിവുണ്ട്, പക്ഷെ ദൃശ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പല സമയങ്ങളിൽ ദൃശ്യനായിട്ടുണ്ട്. എന്നാൽ 33.5 വർഷം മാത്രമേ യേശു ദൃശ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. 33.5 വർഷം മുമ്പ് വെളിപ്പെടുന്നതിന് മുമ്പ് ഈ ദൈവം അദൃശ്യനായിരുന്നു. ഈ മരണശേഷവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും ഈ ദൈവം അദൃശ്യനാണ്. രാമൻ പറയാമോ? ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ബിജുപാസ് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതുകൊണ്ടല്ല, അദൃശ്യനായ ദൈവം ഈ ആലയത്തിലുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വേദനകളെയും നിങ്ങളുടെ ഭാരങ്ങളെയൊക്കെ അറിയുന്ന ഒരു അദൃശ്യനായ ദൈവം. ഹേ മൈ ഗോഡ് ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ഒരു അദൃശ്യനായ ദൈവം ഈ ആലയത്തിലുള്ളതാണ് ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. മറ്റൊന്നുമല്ല, മറ്റൊന്നുമാകരുത്, മറ്റൊന്നുമാകരുത്, മറ്റൊന്നുമാകരുത്. ഈ ഭൂമിയിൽ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവം ഈ ആലയത്തിലുള്ളതാണ്. അവൻ്റെ ചലിക്കുന്ന കണ്ണുകൾ, ചലിക്കുന്ന അധരങ്ങൾ, ചലിക്കുന്ന കൈകാലുകൾ, അദൃശ്യനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അദൃശ്യനായ ദൈവത്തെ ഇന്ന് രാത്രിയിൽ വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നെങ്കിൽ ഇന്ന് പകൽ വിശ്വാസനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഇന്ന് പകൽ ആ ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. അദൃശ്യനായ ദൈവം, ഹിസ് എൻ ഇൻവിസിബിൾ ഗോഡ്. നമ്മുടെ ദൈവത്തിന്റെ മാത്രം പ്രത്യേകത. ഇന്ന് ഭൂമി മുഴുവൻ അദൃശ്യനായ ദൈവത്തെ ദൃശ്യമേഖലയിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നോ 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 നോ. അദൃശ്യനായ ദൈവത്തെ ദൃശ്യമേഖലയിൽ കൊണ്ടുവരാനാണ് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നേ. പല വിഗ്രഹങ്ങളുടെ രൂപത്തിൽ, പല മൃഗങ്ങളുടെ രൂപത്തിൽ. എന്നാൽ നമ്മുടെ വചനം പറയുന്നു, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ അദൃശ്യനായ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അദൃശ്യനായ ദൈവത്തിന്റെ പ്രത്യേകത ഏത് സമയത്തും ഏത് സ്ഥലത്തും എത്ര ഫ്രീ ആണെന്ന് അറിയാമോ? ഈ അദൃശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ലോക്കൽ കണ്ണുകൾക്ക് ലിമിറ്റേഷൻ അപ്പുറമാണിത്. ഒരാമയും പറയാമോ? കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്താട്ട് ഇന്ന് പകൽ ആ ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയാണ് ഹീസ് ആൻ ഇൻവിസിബിൾ ഗോഡ്. ഈ ആലയത്തിൽ, ഈ പട്ടണത്തിൽ, ഈ ഹോളിനകത്ത്, ഈ മീറ്റിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻവിസിബിൾ ഗോഡ് ഈ ആലയത്തിൽ ഉണ്ടെന്നുള്ളതാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ദൃശ്യത, അവന്റെ ഇൻവിസിബിൾ പവർ ഓഫ് ഗോഡ്, അദൃശ്യമായ ദൈവത്തിന്റെ ദൈവശക്തിയാൽ ദൃശ്യമായതിനെ മുഴുവൻ തകർക്കുവാൻ എൻ്റെ കർത്താവിന് ശക്തിയുണ്ട്. ഒരാമയും പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യാമെങ്കിൽ സ്തോത്രം ചെയ്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അദൃശ്യനായ ദൈവം. ഈ അദൃശ്യനായ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? നമ്മൾ ദൃശ്യതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നേ. മറ്റു മതവിശ്വാസികൾ അത് തന്നെ ആഗ്രഹിക്കുന്നേ. ദൈവത്തെ കാണണം, ദൈവത്തെ കാണാൻ അവർ ആഗ്രഹിക്കുന്നേ, അല്ലേ? പക്ഷെ ദൈവത്തിന്റെ നമ്മുടെ പ്രത്യേകത നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ ദൈവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. അവൻ ഭൂമി മുഴുവൻ തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ഈ പാളയത്തിനകത്ത് തന്റെ മഹത്വം കൊണ്ട് അവൻ നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ സൃഷ്ടി അല്ല ഈ ദൈവം. ചില വാക്കുകൾ പറയുമ്പോൾ ഊതിപ്പെരുപ്പ്, ചില വാക്കുകൾ പറയുമ്പോൾ വെളിപ്പെടുന്നതല്ല ദൈവ സാന്നിധ്യം. ഓൾറെഡി ഹിസ് പ്രസൻസ് ഈസ് ഫിൽഡ് ഇൻ ദിസ് പ്ലേസ്. തന്റെ മഹത്വം ഈ ആലയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ വരുമ്പോൾ മാത്രമല്ല പ്രകടമാകുന്നത്, അതില്ലാത്തപ്പോൾ പോലും അത് അദൃശ്യമായ ദൈവത്തിന്റെ കരവും അദൃശ്യമായ ദൈവത്തിന്റെ കണ്ണും എപ്പോഴും ആക്റ്റീവാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ? നമ്മുടെ ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ മാത്രമാണ് ഈ ദൈവസാന്നിധ്യം ഉണ്ടാകുന്നത്. അല്ലല്ല, ഹി ഈസ് ഓൾവേസ് ആക്റ്റീവ്. ഒരാമേൻ പറയാമോ? ദൈവത്തിന്റെ ഈ ഒരു പ്രത്യേകത നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആമേൻ
വളരെ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം അതിൻ്റെ ഒന്ന് വായിച്ച ഏത് ഭാഗം? 1-ന്റെ 29-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം, 27-28 വായിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. അതിനിടയ്ക്ക് ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുണ്ടോ? അതിനിടയ്ക്കൊരു ഉപവാസ പ്രാർത്ഥന നടന്നുണ്ടോ? ദൈവസഭ മറുപടി പറയണം. ഉണ്ടോ? അതിനിടയ്ക്കൊരു പ്രാർത്ഥന നടന്നുണ്ടോ? അതിനിടയ്ക്ക് എന്തെങ്കിലും നടന്നുണ്ടോ? അനുഗ്രഹം പ്രാപിക്കാൻ മനുഷ്യൻ, ഹലോ, എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ വചനം പറയുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു. രാമൻ പറഞ്ഞാട്ട് ഒരു ഉപവാസ പ്രാർത്ഥനയോ ഒരു കൂട്ടായ്മകളോ ഇല്ലാതിരുന്ന സമയത്ത് പോലും ദൈവം അവരെ അനുഗ്രഹിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ സ്വഭാവം അതാണ്. ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊന്നും നമുക്ക് ഈ ഭൂമി നമുക്ക് നേടാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ മഹാകരുണയാൽ, ദൈവത്തിന്റെ മഹാദയാൽ അവൻ നമ്മളെ അനുഗ്രഹിച്ചതിനായി കർത്താവിനെ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ മാറണം. ഈ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ മാറണം. വചനം പറയുന്നു, അവൻ അദൃശ്യനായ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാനസിക നിലവാരത്തിൽ ചില ഡൗട്ടുകൾ, ചില കൺഫ്യൂഷനുകൾ പിശാച് കൊണ്ടിടും. ഇന്ന് പലരും ദൂതന്മാരുടെ പുറയില. ഓ, ഡേഞ്ചറസ്, ഡേഞ്ചറസ്, ഡേഞ്ചറസ് ലോകം. ഭയങ്കര അപകടകരമായൊരു ലോകമാണ് ഇന്നത്തെ ലോകം. ഇന്ന് ദൈവത്തെ മാറ്റി നിങ്ങൾ ദൈവത്തെ ആണോ ആരാധിക്കുന്നുള്ളതിന് ഒറ്റ തെളിവ് പറഞ്ഞാൽ മതി. ആ തെളിവ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ദൈവത്തെ ആണോ ആരാധിക്കുന്നത് അതോ വേറെ ആരൊക്കെയോ ആരാധിക്കുന്നത്. നിങ്ങൾക്കൊരു വിഷയം വന്നിരിക്കട്ടെ, നിങ്ങൾ ആരെയാണ് ആദ്യം വിളിക്കുന്നത്? നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്ററെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുവിശ്വാസികളെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവാചകനെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. മൈ ക്വസ്റ്റ്യൻ, വേർ ഈസ് അവർ ഗോഡ്? ദൈവത്തെയാണോ ആരാധിക്കുന്നുള്ള തിരിച്ചറിയാനുള്ള തെളിവാണ്. നമുക്കൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ആരെ വിളിക്കുന്നോ അവരാണ് നമ്മുടെ ജീവിതത്തിലെ മുഖ്യസ്ഥാനം. ഒരാമേൻ പറയാമോ? ഇന്ന് പെന്റക്കോസ്റ്റൽ വേൾഡ് അല്ലെങ്കിൽ വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് ഡൈവേർട്ടായി പോയി. ഓ, ഹല്ലേലൂയ. അതിലേക്ക് ദൈവജനം മടങ്ങി വന്നാൽ ആമേൻ, പല റെസ്റ്റോറേഷനും ഈ ഭൂമിയിൽ സംഭവിക്കും. ഇന്ന് പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ പലതും, പ്രവാചകന്മാർ ആവശ്യമാണ്, പാസ്റ്റേഴ്സ് ആവശ്യമാണ്, കൂടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ആവശ്യമാണ്, കൂടെ പ്രാർത്ഥിക്കുന്ന ദൈവജനം ആവശ്യമാണ്. പക്ഷെ അവരൊന്നും ദൈവത്തിന് പകരക്കാരാകില്ല. ഒരാമേൻ പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇത് ആമേൻ പറഞ്ഞ പോരാ, ഇത് നിങ്ങൾ ഹൃദയത്തിന് ആഴത്തിൽ ഇത് അടിവരയിട്ട് ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിന് അത് ഉറപ്പിക്കണം. ഇന്ന് പകൽ ആമേൻ, എൻ്റെ ആരാധന ആരോടാണ്? എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ട്യൂൺ ആരോടാണ്? എൻ്റെ ട്യൂൺ, ടു ഹൂം മൈ മൈൻഡ് ഈസ് ട്യൂൺ വിത്ത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ പ്രത്യേകത കൂടി 120 പേരല്ല. പെന്തക്കോസ്തിന്റെ പ്രത്യേകത കൂടിയിരുന്ന 120 പേരല്ല. പെന്തക്കോസ്തിന്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിന്റെ പ്രകടനമാണ്. അദൃശ്യനായ ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനമാണ് പെന്തക്കോസ്. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മതടലങ്ങളിൽ വ്യാപരിക്കുന്നത് മനുഷ്യനിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തിയൊന്നുമല്ല, മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. ഇന്ന് രാത്രിയിൽ ഈ അറ്റ്മോസ്ഫിയർ സൈലന്റ് ആണെങ്കിലും ശക്തിയോടെ ആലയത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. എത്ര തകർന്നു കിടക്കുന്നവനെ പണിയുവാൻ ഈ ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എത്ര തകർന്നു കിടക്കുന്നവരെയും ഈ ശക്തി പണിതെടുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര ബലഹീനരെയും ഈ ശക്തി പണിതെടുക്കും.
പ്രൈസ് ഗോഡ്. ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവം. ഓ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമ്മുടെ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞാൻ ഒന്നാമത് പറഞ്ഞു, പ്രാർത്ഥന. സഭയുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്പർ 1 പ്രയർ. നമ്പർ 2, നമ്മുടെ കൂട്ടായ്മകളിൽ ഒരു ബലഹീനനെ കണ്ടാൽ, ഒരു കുറവുള്ളവനെ കണ്ടാൽ, ആ വ്യക്തിയോടുള്ള നമ്മുടെ സമീപനം എന്താണ്? എന്താണ് നമ്മുടെ സമീപനം? എങ്ങനെയാ ആ വ്യക്തിയെ നമ്മൾ സമീപിക്കുന്നേ? അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് കഴിഞ്ഞ ദിവസം ഡേവിഡ് ബ്രദറിൻ്റെ കെയർ ഓഫിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഒരു ബ്രദർ വന്നു. ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ, ഹൗസ് ഓഫ് പ്രയർ ബ്ലെസ്സിങ്സ് എജി ചർച്ച്, ഈ ലോഗോയൊക്കെ ഒട്ടിക്കാൻ ബ്രദർ സൂരജ് എന്നാ പേര്. സൂരജ്. ഇന്ന് അവൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. രാമയും പറഞ്ഞാൽ കഴിഞ്ഞ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം 1 വർഷമായി കാണും അല്ലേ? 1 ഇയർ, 1 വർഷമായി കാണും. ഈ 1 വർഷത്തിനിടയ്ക്ക് അവൻ്റെ വീട് അവന് നഷ്ടമായി. അവൻ്റെ ഭാര്യ അവനെ വിട്ടുപോയി. വലിയൊരു ആക്സിഡൻ്റായി ICUവിൽ 3-4 ആഴ്ചയോളം ICUവിൽ കിടന്നു. അവൻ്റെ അപ്പനും അമ്മയും അവൻ്റെ സ്വന്തം വീട് വിറ്റ് അവനെ തെരുവിൽ തള്ളിക്കളഞ്ഞു. ഇവന് ക്രിസ്ത്യാനി ആരെന്നറിയത്തില്ല. ഇവന് ആകെപ്പോടെ പോയിരിക്കുന്ന ചർച്ച് ഈ ചർച്ച. ജീവിതത്തിൽ ഇവൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഇവൻ എന്നെ ഒരുപാട് പ്രാവശ്യം എൻ്റെ വാട്സപ്പ് കോളിംഗ് ഒന്നും കിട്ടുന്നില്ല. ഇവൻ ഒരുപാട് പ്രാവശ്യം ഞാൻ US കിട്ടുന്നില്ല. പല പ്രാവശ്യം ഇവൻ എൻ്റെ ലോക്കൽ കോളിൽ വിളിക്കുന്നു. എനിക്ക് മെസ്സേജ് വന്നു, പക്ഷേ ആരാതെനിക്ക് തിരിച്ചറിയുന്നത്, നമ്പർ അത് തിരിച്ചറിയുന്നില്ല. ഞാൻ ബാംഗ്ലൂർ ലാൻഡായി ഫസ്റ്റ് കോൾ എനിക്ക് വരുന്നത് ഈ സൂരജിൻ്റെ കോളാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് വിവാഹം കഴിഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ചു പോയി, സ്വന്തം വീടുണ്ടായിരുന്നു, അപ്പനും അമ്മ ഉണ്ടാക്കിയ വീട്, അത് ഇവൻ മുഖാന്തരം അത് നഷ്ടപ്പെടേണ്ടി വന്നു. ബാംഗ്ലൂർ ജോലിക്കായി കടന്നു വന്നു, വലിയ ആക്സിഡൻ്റ് ഉണ്ടായി, ആംബുലൻസ് അകത്ത് ഇവിടുന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ തകർന്ന് താറുമാറായി, ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു യൗവനക്കാരൻ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും കച്ചത്തുരുമ്പ് കണ്ട രക്ഷപ്പെടാൻ വേണ്ടി അവനിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കേരളത്തിലും ആരെയും കണ്ടില്ല, ഈ ബാംഗ്ലൂർ പട്ടണത്തിലും ആരെയും കണ്ടില്ല. അവർ ഒറ്റ ഓർമ്മ, ഒരു ചർച്ചിൽ പോയി ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു, ഒന്ന് വിളിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വന്ന് വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താ മോനെ ചോദിച്ചു. നമ്മുടെ പാസ്റ്ററെ അവർ ഒരുപാട് കരയാൻ തുടങ്ങി, കുറേ കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് പ്രശ്നം? ദൈവത്തോട് ചെറിയൊരു അറ്റാച്ച്മെന്റ് അവനുണ്ട്, എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, മോനെ എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഡോണ്ട് മിസ് ടുഡേ. ഇന്ന് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ ആരാധനയ്ക്ക് പോകണം. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാനിവിടെ ആരാധനയ്ക്ക് കടന്നു വന്നപ്പോൾ അവൻ എനിക്ക് വിളിച്ചിട്ട് പറയാം, പാസ്റ്ററെ ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി ദൈവം പ്രവർത്തിച്ചോളൂ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ആത്മീക ശുശ്രൂഷകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ ഏത് വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ടാണ്? സ്തോത്രം. നമ്മുടെ ആത്മീക ശുശ്രൂഷ കസരകൾ ഒരുപാട് എംപ്റ്റിയായി കിടക്കുന്നു. നമുക്ക് കഴിവില്ലാഞ്ഞിട്ടാ, ആരാധനയില്ലാഞ്ഞിട്ടാ, പ്രാർത്ഥനയില്ലാഞ്ഞിട്ടാ, ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാ. Where is the problem? നമ്മൾ തേടുന്നില്ല. ബലഹീനനെ കണ്ടാൽ നമ്മൾ തേടുന്നില്ല, ഉപേക്ഷിക്കുകയാണ്. It is against God. ദൈവത്തിന്റെ ന്യായത്തിന് വിരോധമാണത്. ആ പ്രാർത്ഥനയും പാട്ടുമൊന്നും ദൈവം കേൾക്കില്ല, ദൈവത്തിന് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടത് നഷ്ടപ്പെട്ടു പോയ കുറെ ആത്മാക്കളെ തേടിയെടുക്കണം. ഈ വർഷം ഈ ഹോള് നിറയും. ഞാൻ ആദ്യം, ഏത് ദൈവത്തെ കാണാത്തവരും ദൈവത്തെ അവിടെ ചെന്നാൽ കാണും. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും മുഖം തിരിക്കുമ്പോൾ വേദന ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ശുശ്രൂഷകർ മുഖം തിരിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകാറുണ്ട്. അവിടെ ചെന്ന് മുഖം തിരിച്ചു, ഒരു പ്രാവശ്യം ഫോൺ ചെയ്തു, പിന്നെ ഫോണും ഇല്ല, ഇതുവരെ ഫോണും ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ദൈവത്തിന് സ്തോത്രം. അത് എത്ര നാളൊരു വീട്ടിൽ താമസിക്കും? ഇവർ കുറച്ച് റോയ്പാസ് പറഞ്ഞ 6 മാസത്തിന് ജോബിയുടെ വീട് UK ഉള്ളത് കൊണ്ട് അവിടെ സമാധാനത്തോടെ താമസിക്കാൻ അവസരം ഒരുക്കി. അതുകൊണ്ട് അവിടെ സ്വസ്ഥമായിട്ടങ്ങ് ഇരുന്നു. ഇവിടെ പോയി എവിടെ താമസിക്കാൻ പറ്റും? താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഈ പോരുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, മനുഷ്യരിൽ നിന്നുള്ള പ്രതീക്ഷയൊക്കെ എടുത്ത് മാറ്റണം. ഇന്നാളെ വിളിച്ചാൽ കാര്യം, ഒരു മനുഷ്യനെയും വിളിച്ചാൽ കാര്യത്തിന് പരിഹാരമാകില്ല. ടെമ്പററി സെറ്റിൽമെന്റ് ഒരു ഉണ്ടാകും, പക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ പൊങ്ങിക്കൊണ്ടേയിരിക്കും. ടു ഹൂം യു വർഷിപ്പ്, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ആ ദൈവത്തെക്കുറിച്ച് അറിവിന്ന് പകൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ പെന്തക്കോസ്തിലേക്ക് മടങ്ങി വന്നതിന്റെ അർത്ഥം. ഒരാമയും പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞത്, പ്രവാചക ദൈവങ്ങൾ എഴുന്നേറ്റു.
പല സ്പെഷ്യലൈസ്ഡ് മിനിസ്റ്റേഴ്സ് നമുക്ക് എഴുന്നേറ്റു, ദൈവത്തെ മാറ്റിക്കളഞ്ഞു. അപകടമാണത്, അപകടമാണ്. ഒരാമയും പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. യോഹന്നാന് പോലും അവിടെ സംഭവിച്ചില്ലേ? ദൂതനെ കണ്ടപ്പോൾ ദൂതന്റെ മുമ്പാകെ, ഇതങ്ങനെയാ കേട്ടോ. നമുക്ക് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആരുടെയും മുമ്പിൽ വണങ്ങണമെന്നുള്ള നിയോഗത്തോടെ സൃഷ്ടിച്ചേ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോഴേ ആരുടെയെങ്കിലും മുമ്പിൽ വണങ്ങണമെന്നുള്ള നിയോഗത്തോടെ. അതിന് തെളിവ് ഞാൻ പറയാം. നമ്മൾ ആരെയെങ്കിലും വണങ്ങിയിരിക്കും, ഒന്നുകിൽ ദൈവത്തെ, ഇല്ലെങ്കിൽ മനുഷ്യനെ, ഇല്ലെങ്കിൽ പണത്തെ, ഇല്ലെങ്കിൽ പിശാചിനെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹത്തെ, ഇല്ലെങ്കിൽ എന്തിനെയെങ്കിലും മനുഷ്യൻ വണങ്ങിയിരിക്കും, മുട്ടുമടക്കിച്ചിരിക്കും. അത് ദൈവത്തിന്റെ പ്രൊജക്റ്റാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഞാൻ എപ്പോഴും പറയാനുള്ള സബ്ജക്റ്റ് തൊട്ടു പോകട്ടെ, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്, ആമേൻ, കയൻ ദൈവത്തെ ആരാധിച്ചു, ഹാബേലും ദൈവത്തെ ആരാധിച്ചു. യെസ് ഓർ നോ? ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. ഹാബേൽ ദൈവത്തെ ആരാധിച്ചു, ഹാബേൽ അനുഗ്രഹിക്കപ്പെട്ടവനായി. കയൻ ആരാധിച്ചു, കയൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. ഈ കയൻ പോയി വലിയൊരു പട്ടണമൊക്കെ പണിതു. അത് ആ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ. അടുത്ത ജനറേഷൻ കടന്നു വരികയാണ്. അടുത്ത ജനറേഷൻ നോഹ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. അത് വലിയ സത്യമാട്ടോ. ഈ ഭൂമിയിലെ, ശ്രദ്ധിക്കണം, ഈ ഭൂമി ശ്രദ്ധിച്ചേ, ഈ ഭൂമിയിലെ ഫസ്റ്റ് പേരൻസ് എന്ത് റിസൾട്ടാ ഭൂമിക്ക് തന്നെ? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ദാറ്റ് given for the earth? എന്ത് നന്മയാ എനിക്കും നിങ്ങൾക്കും ഈ ആദ്യ പിതാക്കന്മാർ തന്നത്? ഒന്നും തന്നില്ല. ഒരു നന്മ പോലും ഭൂമിക്ക് അവർ ബാക്കി വെച്ചില്ല. ആദം ഹവ്വ എന്ന് പറഞ്ഞ ഫസ്റ്റ് പേരൻസിന്റെ കാര്യമായി പറയുന്നത്. ഭൂമിയിൽ ദൈവ തേജസ്സോടെ ദൈവം തന്റെ കരം കൊണ്ട് സൃഷ്ടിച്ച ശ്രേഷ്ഠരായ മനുഷ്യർ ഈ ഭൂമിക്ക് ഒരു പ്രയോജനം ചെയ്തില്ലെന്ന്. വിത്തൗട്ട് ഗാഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ എത്രയോ അധ്വാനിച്ചോ, എത്രയോ ഓടിക്കോ, എത്ര ഓടിയാലും ദൈവമില്ലാതെ ഒന്നും ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. രാമയം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവമുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനകത്ത് ദൈവം മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിനായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ അവർ ഭൂമിക്ക് കൊണ്ട് ഒരു നന്മയും ചെയ്തില്ല. പക്ഷെ എങ്ങനെ ഈ ഒരു നന്മയും ചെയ്യാതിരുന്ന തലമുറയ്ക്കകത്ത് നിന്നും, ശ്രദ്ധിക്കണം, ഒരു നന്മയെ ചെയ്യാതിരുന്ന തലമുറയ്ക്കകത്ത് നിന്ന് ഹാബേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട്, വളരെ അധ്വാനിച്ച്, വളരെ സ്ട്രഗിൾ ചെയ്ത്, നിങ്ങൾ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് വല്ല ഭൗമിക നന്മയും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. എന്നിട്ടും ഹാബേൽ നേടി ഒരാട്ടിൻകുട്ടിയെ. എങ്ങനെ നേടിയേ? ഭയങ്കര സ്ട്രഗിളിലാണ് നേടിയേ. കാരണം ശപിക്കപ്പെട്ട ഭൂമിയിൽ അത്ര ഈസി അല്ല എന്ത് ഒരാട്ടിൻകുട്ടിയെ ഉണ്ടാക്കാൻ, ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ, ഫലഭൂഷ്ടമായ ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ അത്ര ഈസി അല്ല. ശപിക്കപ്പെട്ട ഭൂമി ഇന്നും പലരും ഈ സ്ട്രഗിളിലാ. എന്താണെന്നറിയാമോ? പലരും ഈ ഹാബേലിന്റെ കയന്റെ അനുഭവമാണ്. ശപിക്കപ്പെട്ട ഭൂമിക്കകത്ത് പലരും സ്ട്രഗിൾ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. ഇന്ന് പകൽ ആ സ്ട്രഗിളിലേക്ക് കർത്താവ് മാറ്റാൻ പോവുകയാണ്. ഒരാമയം പറഞ്ഞ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. സ്ട്രഗിളുകളൊക്കെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. ഒരാമയം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്ട്രഗിൾസ്, അനാവശ്യ സ്ട്രഗിൾസ്, ജീവിതത്തിലെ സ്ട്രഗിൾസ്. ഓ മൈ ഗോഡ്, താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ ആ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. റൗഷ്മാന ധാരിയാം ധാർബൽ അഗസ്താനിയ. അനാവശ്യ സ്ട്രഗിൾ മനുഷ്യന്റെ ഭാരത്തെ കൂട്ടുക. ഈ സ്ട്രഗിളിനെ ഇടയ്ക്ക് ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് നേരെ എന്ത് ചെയ്തു? ദൈവത്തിന് യാഗം. ദൈവം സൗരഭ്യവാസനയായി അവനെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കാര്യം അറിയാം. ഹാബേൽ കൊല്ലപ്പെട്ടു. അവന് വേണ്ടി ദൈവം സംസാരിക്കാൻ ഇറങ്ങി വന്നു. അടുത്ത തലം നോഹയുടെ കാലഘട്ടം വന്നു. നോഹയുടെ കാലഘട്ടം ദൈവം ചിന്തിക്കണേ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിക്കണേ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏദൻ തോട്ടത്തിലും ദൈവം മനുഷ്യനെ പുറത്താക്കി. എവിടുന്ന പുറത്താക്കിയേ? ഏദൻ തോട്ടം. 6-ാം അധ്യായത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം പറഞ്ഞ ട്യൂൺ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞ ട്യൂൺ ഇതാണ്: ഓ, മനുഷ്യൻ ജഡം തന്നെയല്ലോ, ഇനി എൻ്റെ ആത്മാവിന് സദാകാലം അവനോട്. മനുഷ്യനോടെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആശ പോലും 6-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഗിവൺ അപ്പ്. ദൈവം കൈവിട്ടു കളഞ്ഞു. അല്ലെങ്കിൽ ദൈവം ഗിവ് അവേ എന്ന് പറഞ്ഞ സാഹചര്യം ചിന്തിച്ചു നോക്കിക്കേ. ഏദൻ തോട്ടത്തിൽ നിന്ന് 1-ാം അധ്യായത്തിൽ പുറത്താക്കിയേ. 6-ാം അധ്യായത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യനെ കുറിച്ചുള്ള ആഗ്രഹമൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞു. പക്ഷെ എന്നിട്ടും അതേ ഭൂമിയിൽ ഒരു മനുഷ്യൻ യാഗമഴിക്കാൻ എഴുന്നേറ്റു. നോഹ.
ദൈവത്തെ യാഗമർപ്പിച്ചു. ദൈവം തിരിച്ചു കൊടുത്തു. ഒരാമയും പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്തു. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ ആരാധന നിങ്ങൾക്ക് മടക്കിയെടുക്കാൻ സാധിക്കും. ദൈവം പോലും കൈവിട്ട അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അവൻ ഒരു മനുഷ്യന് തകർച്ച കണ്ട് നിങ്ങൾ അങ്ങനെ ആസ്വദിക്കരുത്. അവൻ ഒന്ന് തിരിഞ്ഞ് ദൈവത്തെ ആരാധിച്ചാൽ മതി, അവനെ ഉയർത്തുന്നത് ദൈവമായിരിക്കും. ഹല്ലേലൂയ. റൗസ്മാൻ അലകത്തിരിയാം ദറാഡ്. ഒരു മനുഷ്യനെ മുൻവിധി കാണരുത്. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യനെ മുൻവിധി. ഞങ്ങൾക്ക് ഇവിടെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സെക്ഷൻ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. പാസ്റ്റേഴ്സ് മീറ്റിംഗ്, ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് എല്ലാ ദിവസവും വൈകിട്ട് 4:30 മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 4:30 ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു ദിവസമുണ്ട്. വളരെ സ്കെൽട്ടായ ഒരു ദൈവ മനുഷ്യനാണ്. പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാനൊന്ന് പറയട്ടെ. വളരെ സ്കെൽട്ടായ മനുഷ്യൻ. ആരും ഒരു വിലയും കൊടുക്കുകയില്ല. ആര് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പുള്ളി എഴുന്നേറ്റ് ആദ്യം പ്രാർത്ഥിക്കും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനത്തോടെ തണ്ടൊക്കെ കൂടി ഞങ്ങളിങ്ങനെ ചെന്ന് അവിടെ ചെന്ന് പാസ്റ്റർമാരുടെ കൂട്ടത്തിരിക്കുമ്പോൾ ഈ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ, ഞങ്ങൾ വിചാരിക്കുന്നു അദ്ദേഹത്തിന് ചർച്ചില്ലായിരുന്നു. ഒരു ചെറിയ കൂട്ടായ്മ, ഹെണ്ണൂർ ബണ്ടിൽ ചെറിയ കൂട്ടായ്മ, ഒരു 5-6 വിശ്വാസികളോട് ഇരിക്കുക, വർഷങ്ങൾ ഇരിക്കുക. ഇന്ന് അദ്ദേഹത്തിന്റെ പൊസിഷൻ ഞാൻ കണ്ട് അതിശയിച്ചു. ഒരാമയും പറഞ്ഞ് കർത്താവിന് സ്തോത്രം. തകർന്നു കിടക്കുന്നവനെ കണ്ട് നിങ്ങൾ ചിരിക്കരുത്. അവൻ ഒരുപക്ഷെ മടങ്ങി വന്നാൽ ദൈവനെ ഉയർത്തുന്നത് ഭയങ്കരമായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തകർന്നു പോയെന്ന് പറഞ്ഞ് ഏദൻ തോട്ടത്തിനകത്ത് ഭൂമി മുഴുവൻ തകർന്നു പോയി കിടന്നെന്ന് പറഞ്ഞ ഒരു ഭൂമി മുഴുവൻ നശിപ്പിച്ച് ജീവൻ വേണ്ടെന്ന് പറഞ്ഞ്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ദൈവം തീരുമാനമെടുത്ത ഭൂമിയെ മടക്കി കൊണ്ടുവന്നത് ആരാധനയിലാണ്. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ആരാധന എവിടെ? ദൈവം ഉണ്ടായിട്ട് വേണ്ടേ ആരാധന നടക്കാൻ? കാരണം നമുക്ക് പ്രവാചകന്മാരുണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാൻ പാസ്റ്റർമാരുണ്ടല്ലോ, നമുക്ക് കൂടെ സഹകരിക്കാനും സംസാരിക്കാനും ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. പിന്നെ എന്തിനാ നമുക്ക് ദൈവം? നമുക്ക് ശുശ്രൂഷയുണ്ട്, അത്യാവശ്യം ഓഫറിംഗ് ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഹസ്ബൻഡിന് ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്. പിന്നെ എന്തിനാ ദൈവം? യോഹന്നാൻ മിസ്റ്റേക്ക് വന്നു പോയി. യോഹന്നാൻ മിസ്റ്റേക്കാണ്. He bowed down to angel. നല്ല ഏഞ്ചലിനായി സ്തോത്രം. ആ ഏഞ്ചല് പെട്ടെന്ന് മാറിയിട്ട് പറയുക, ഓ ഡോണ്ട് വർഷിപ്പ് മീ, വർഷിപ്പ് ഗോഡ്. എന്നെ ആരാധിക്കരുത്, ദൈവത്തെ ആരാധിക്കണം. നല്ല ദൂതനായി സ്തോത്രം. ഇന്ന് മനുഷ്യർ ബഹുമാനത്തോടെ ഓടി നടക്കുന്ന കാലഘട്ടം ഇത്. ശരിയല്ലേ പാസ്റ്ററേ? ഒന്ന് ബഹുമാനം കിട്ടാനായിട്ട് തത്രപ്പെട്ട് നടക്കുന്ന കാലഘട്ടമായത്. ഡോണ്ട് ടേക്ക് എനി ഹോണർ ഫ്രം മെൻ. മനുഷ്യനിൽ നിന്ന് ഒരു വർഷിപ്പും നിങ്ങൾ സ്വീകരിക്കരുത്. ഒരാമയും പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്താൽ നിങ്ങൾ കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുത്തോണം. എന്തെങ്കിലും വെഴുവാണെങ്കിൽ തട്ടിയിട്ട് എനിക്കല്ല, ദൈവത്തിന് കൊടുത്തോണം. ഒരാമയും പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്താൽ there is an invisible God. അദൃശ്യനായ ദൈവം. സകല നിങ്ങൾ 1 രൂപ മേടിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഉള്ളിലുള്ളത് എന്തിനു വേണ്ടി മേടിക്കുന്നു? എന്താ ഒരു വീട് നമുക്ക് വീട് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലിരിപ്പ് ദൈവം അറിയുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ഇന്ന് പെന്തക്കോസ്തൽ സമൂഹം മുഴുവൻ തകർന്നു പോയത് ദൈവമില്ലാത്തത് കൊണ്ട് തകർന്നു പോയതാ. ദൈവമില്ലാത്ത ജനറേഷൻസ് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാ. ദൈവമില്ലാത്തതിന്റെ കാര്യം ഇനി പറയണ്ട. കുറച്ച് കാലഘട്ടം കൂടെ കഴിയുമ്പോൾ ഇതിന്റെ സിറ്റുവേഷൻ വളരെ വേഴ്സ് ആകാൻ പോവുകയാ. പക്ഷേ നമുക്ക് മടങ്ങി വരണം, നമുക്ക് മടങ്ങി വരണം. നമുക്കൊരു ദൈവമുണ്ട് നമുക്ക് ആരാധിക്കാൻ. അവൻ അദൃശ്യനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നിത്യനായ ദൈവമാണ്. ഇന്ന് പകൽ നമ്മുടെ വേദനകളെ മാത്രം അറിയുന്ന ദൈവമാണെന്ന് പറഞ്ഞ ദൈവത്തെ ഒടുക്കൽ കേട്ടോ. അവൻ സൂര്യ ചന്ദ്രാദികളെ മുഴുവൻ നിർമ്മിച്ച ദൈവമാണ്. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ചമച്ച സൗന്ദര്യം കൊണ്ട് നിറച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ വേദന മാത്രം കാണുന്ന ദൈവമാണെന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തെ നമ്മൾ ഒതുക്കി വയ്ക്കുക. നോ, നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാരത്തെ മാത്രമേ കാണുന്നുള്ളൂ ദൈവം. നോ 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 നോ. ആകാശത്തിലെ പറവകൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും അതത് സമയത്തിന്റെ ആഹാരം 10 കണക്കിന് കൊടുക്കുന്ന സാക്ഷാൽ ഇസ്രായേലിന്റെ സത്യവാനായ ദൈവം. ഈ ദൈവത്തെയാണ് നിന്റെ കണ്ണുനീരിനകത്ത് നീ ഒതുക്കാൻ നോക്കുന്നേ. ഈ ദൈവത്തെയാണ് നീ ഉപേക്ഷിക്കാൻ നോക്കുന്നേ. ഈ ദൈവത്തെ നിന്റെ വീട്ടിൽ നീ പുറത്താക്കാൻ നോക്കുന്നേ. നോ 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 നോ. ഈ ദൈവത്തെ പുറത്താക്കാൻ നോക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വർഷിപ്പ് ഹിം എലോൺ. അവനെ മാത്രം
ആരാധിക്കുക. പെന്തക്കോസ്ത് സമൂഹം തിരിച്ചു വരണമെങ്കിൽ ഈ പ്രൊജക്റ്റിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. എൻ്റെ തലമുറ രക്ഷപ്പെടണമെങ്കിൽ ഇതിലേക്ക് ഞാൻ മടങ്ങി വന്നേ പറ്റൂ. കാരണം ഒരുപാട് ലോകം ചുറ്റിപ്പറ്റി നടക്കുകയാ നിങ്ങളുടെ ആരാധന ഗ്രാബ് ചെയ്യാൻ. യെസ്, നിങ്ങളുടെ ആരാധനയെ പിടിച്ചു വലിക്കാൻ നിങ്ങളുടെ മനുഷ്യ രൂപത്തിൽ കയറി വരും. ചന്ദ്രനും ബുധനെന്നും പറഞ്ഞ് പൗലോസിനെയും ശീലാസിനെയും ആരാധിപ്പാൻ ഒരു കാലഘട്ടത്തെ ഒരു കൂട്ടം ജനം തീരുമാനിച്ചു, ഇല്ലേ? ബൈബിളിനകത്തല്ലേ? അവരെ നമസ്കരിക്കുക. അവർ വസ്ത്രം കീറിക്കൊണ്ട ആ ഓട്ടം ഒന്ന് വരണം. ഒരു നിമിഷം പോലും ഇവരെന്നെ ആരാധിക്കരുത്. മഹത്വം കൊടുക്കാൻ മനുഷ്യർ മഹത്വം കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴേ വസ്ത്രം കീറിക്കൊണ്ട പൗലോസ് എന്ന് പറഞ്ഞ അവർക്ക് പേര് വിട്ടു. ബുധനെന്നും ചന്ദ്രനെന്നും പേരൊക്കെ ഇട്ട് അവരെ നമസ്കരിക്കാനായിട്ട് അവരാരാധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം കീറിക്കൊണ്ടെന്ന് പറയുക, അയ്യോ അത് ചെയ്യരുത്. അവർക്കറിയാം ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ മാത്രമേ ഈ ഉലകത്തിലുള്ളൂ. അവൻ അദൃശ്യനായ ദൈവമാണ്. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ്. അവൻ സകലത്തിന്റെ ഉടമസ്ഥനാണ്. സകലത്തിനും ജീവന് കാരണഭൂതനാണ്. ഇന്ന് പകൽ നമ്മുടെ ഈ ആലയത്തിനകത്ത് അവൻ നടകൊള്ളുന്ന ദൈവമാണ്. ഈ ആലയത്തിൽ അവനുണ്ട്. നിങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും ഈ ആലയത്തിൽ അവൻ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഈ ആലയത്തിൽ അവൻ ഉണ്ട് കേട്ടോ. ഈ അദൃശ്യനായ ദൈവം ദൃശ്യമണ്ഡലങ്ങളെ പോലും തകർത്തുടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള നമ്മൾ നമ്മുടെ തലമുറയിലേക്ക് പ്രതീക്ഷ വച്ചിരിക്കുക. അവർ ജനറേഷൻ ഡോണ്ട് വർഷിപ്പ്. പ്രതീക്ഷ വയ്ക്കുന്ന എന്തോ അത് നമ്മുടെ ദൈവമാണ്. നമ്മൾ എന്തിൽ പ്രതീക്ഷ വയ്ക്കുന്നോ അതാണ് നമ്മുടെ ദൈവം. നമ്മൾ എന്തിനാണ് പ്രതീക്ഷ വയ്ക്കുന്നത് അതാണ് നമ്മുടെ ദൈവം. എൻ്റെ മകൻ അത് ചെയ്യും, എൻ്റെ മകൾ ഇത് ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ വരും, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വരും, എൻ്റെ പപ്പ അത് ചെയ്യും. നോ 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 വർഷിപ്പ് ഹിം അലോൺ. ദൈവത്തെ മാത്രം. ഈ ദൈവമാണ് നമ്മുടെ ജീവന്റെ ആധാരം. ഉടലബദരിയാം ധാരബലഗത്തിരിബിരി ലൗഷ്മാനഗത്താരിയാം ധരഗടലഗബലഗത്തിനി അർക്കസ്തേരിയാം ധാര ഉടലബാലഗസ്താരിയ അർക്കസ്തേരിയാം ധോരബാ ലൗഡലബലഗതേരിയാം ധരബേ അൽക്കർക്കേസ്തേരിയാം ധാരിയാം ധാരബലഗത്തിരി ഉടലഗ ജലഗടലഗബല ധിരിയാം ധാര 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 കേരാ ധാരി ബാല ഠാല ബാല തേരിയാം ധാരബലഗസ്തിനി. ഓ ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. അബ്രഹാമിന്റെ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ ആരാധനയൊക്കെ അതിൻ്റെ ശോഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നു വന്നു കേട്ടോ. ഇവിടെ കേൾക്കണേ, ആരാധനയുടെ അബ്രഹാമിൻ്റെ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ ആരാധനയുടെ ഒരു ശോഷണമൊക്കെ അങ്ങ് ആയി. ശോഷിച്ചു, ആരാധനയ്ക്ക് അങ്ങ് ശോഷിച്ചു. ദൈവം അവസാനം മകനെ വരെ ചോദിച്ചു യാഗമാക്കാൻ. മകനെ കൊണ്ടുവരാൻ പറഞ്ഞു, മകനെ കൊടുത്തു. ദൈവം മനുഷ്യ യാഗങ്ങൾ ഒരിക്കലും പ്രസാദിക്കുന്ന ദൈവമല്ലെങ്കിലും മകനെ ചോദിച്ചു, മകനെ കൊണ്ടുവരാൻ പറഞ്ഞു, മകനെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് ഇസ്ഹാക്ക് ഉണ്ടായി. ഇസ്ഹാക്ക് ഒറ്റ പ്രാവശ്യം യാഗം നടത്തിയുള്ളൂ, ഓൺലി വൺസ്. ബൈബിളിൽ പറയുന്നു ഒറ്റ പ്രാവശ്യമേ ഇസ്ഹാക്ക് യാഗം നടത്തിയുള്ളൂ. ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ് വന്നു. യാക്കോബ് 4 പ്രാവശ്യം യാഗം അർപ്പിച്ചു. 4 പ്രാവശ്യം യാഗപീഠം നടത്തി, യാഗപീഠം പണിത് യാഗം അർപ്പിച്ചു. യാക്കോബിന് 12 മക്കള്. ഈ 12 മക്കളിൽ ഒരുത്തൻ പോലും ഒരു യാഗപീഠം പണിതില്ല. പേര് സ്തുതി എന്നൊക്കെയാ, പക്ഷെ ഒരു യാഗപീഠവും പണിതില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? അവരുടെ സഹോദരന്മാരിൽ തന്നെ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു, പേര് ജോസഫ്. അതിന് സാഹചര്യങ്ങളൊക്കെ വേറെയാ, പക്ഷെ ദൈവം പറഞ്ഞു, അവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിർത്തും. നിങ്ങൾക്ക് എന്നെ നമസ്കരിക്കാൻ മടിയാണെങ്കിൽ അവനെ നമസ്കരിച്ചു. പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് ഭയങ്കരമാണ്. നിങ്ങൾക്ക് എന്നെ നമസ്കരിപ്പാൻ നിങ്ങൾക്ക് മടിയായിരുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഞാൻ ഒരുവനെ എഴുന്നേൽപ്പിച്ച് നിർത്തും, അവനെ നമസ്കരിച്ചോളാൻ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്പിരിച്വൽ മീനിങ്. ദൈവത്തെ ആരാധിക്കാൻ മടി കാണിച്ചാൽ മനുഷ്യനെ നമസ്കരിക്കേണ്ടി വരും, മനുഷ്യനെ വണങ്ങേണ്ടി വരും, രോഗത്തിന് കീഴ്പ്പെടേണ്ടി വരും, ബലഹീനതയ്ക്ക് കീഴ്പ്പെടേണ്ടി വരും. രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം.
പല പ്രസ്ഥാനങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരും, അന്യ രോഗങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരും, നഷ്ടങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരും. The truth of the word of God. Why my people are not understanding? എൻ്റെ ജനം എന്തേ ഇത് മനസ്സിലാകാത്തത്? ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ നമ്മൾ മറ്റു പലതിനെയും ആരാധിക്കേണ്ടി വരും. ഇന്ന് മറ്റു പലതിനെയും മനുഷ്യർ ആരാധിക്കുന്നത് എന്തിനാ? ഇന്ത്യ മുഴുവൻ ആരാധിച്ചില്ലേ? എന്തിനാ? They are not able to recognize the real God. ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ട് ദൈവം അവരെ മുട്ടുമടക്കി. മനുഷ്യനാണോ നമസ്കരിക്കേണ്ടി വരും. ഒന്നുകിൽ ദൈവത്തെ, ഇല്ലെങ്കിൽ വേറെ എന്തിനെയെങ്കിലും. ഹല്ലേലൂയ. കർത്താവിനെ ചേർന്ന് സ്തോത്രം ചെയ്താട്ട് ആരാധിക്കുവാണെങ്കിൽ അവനെ മാത്രം, അവനെ മാത്രം. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാ. എത്രയോ ശക്തന്മാരായ ശുശ്രൂഷന്മാർ വന്നുപോയ ക്രിസ്തീയ ഗോളമായത്. എത്രയോ ശക്തന്മാർ വന്നുപോയ ലക്ഷക്കണക്കിന് ആൾക്കാരെ കർത്താവിലേക്ക് നടത്തിയ ക്രിസ്തീയ ഗോളം. എവിടെ മനുഷ്യരെല്ലാം? എവിടെ പോയില്ലേ? പേരും പെരുമയും. അമേൻ. പൂനെ കടന്നു ചെന്നപ്പോൾ പണ്ഡിത രമാഭായി എന്ന് പറഞ്ഞ ദേവദാസിയുടെ ഭവനത്തിൽ ആ റൂമിനകത്ത് തീ ഇറങ്ങിയ സ്ഥലമൊന്ന് കാണുവാൻ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ആ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ അതൊന്ന് കാണേണ്ട സ്ഥലം തന്നെ, അവരൊന്ന് പ്രാർത്ഥിച്ച റൂമിനകത്ത് തീ ഇറങ്ങിയ സ്ഥലമുണ്ടെന്ന്, അത്രേ ഭാഗം കരിഞ്ഞു കിടപ്പുണ്ടെന്ന്. പണ്ഡിത രമാഭായിയുടെ കാലഘട്ടത്ത് പൂനെ എന്ന് പറഞ്ഞ സിറ്റിക്കകത്ത് റിവാ നടന്ന സ്ഥലം. വേർ ഇസ് ദ റിസൾട്ട്? പൂനെ ഇന്നും അന്ധകാരത്തിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ദൈവത്തെ ഏത് ജനറേഷൻ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിക്കുന്നോ 100%, 100% ഞാൻ ഉറപ്പ് തരാം, ഒരു റിവൈവൽ ഉണ്ടായിരിക്കും അവിടെ. When we turn our attention from people, നമുക്കൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ആരാധനയ്ക്ക് ഓപ്ഷൻ ഇല്ല. നോ ഓപ്ഷൻ ഫോർ വർഷിപ്പ്. എനിക്ക് റോയ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഓപ്ഷൻ ഉണ്ട്. മറ്റു പലരോടും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ആരാധനയ്ക്ക് എന്തില്ല? ഓപ്ഷൻ ഇല്ല. യേശു പറയുന്നു, ദൈവത്തെ മാത്രം ആരാധിക്കുക. ഈ ദൈവം ആരാ? ഈ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഈ ദൈവം അദൃശ്യനാണ്. നമ്മൾ ഒരുപാട് കാണാൻ കൊതിക്കുന്നു ഈ കർത്താവിനെ, ഇല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ 33.5 വർഷം മാത്രമേ ദൃശ്യമായി നിന്നുള്ളൂ. അത് ദൃശ്യമായത് എങ്ങനെയാ? മനുഷ്യ ശരീരത്തിൽ ദൃശ്യമായ സ്വഭാവത്തിൽ, ശരീരത്തിൽ മനുഷ്യനും സ്വഭാവത്തിൽ ദൈവവും. ഒരാമയും പറഞ്ഞാട്ട്. ശരീരം കൊണ്ട് മനുഷ്യനും സ്വഭാവം കൊണ്ട്, ഒന്ന് പറഞ്ഞാട്ട്, ശരീരം കൊണ്ട് മനുഷ്യനും സ്വഭാവം കൊണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഈ ഭൂമിയിലുണ്ടായിരുന്നു, ദൃശ്യമായി കുറെ കാലം. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ദൈവങ്ങൾ ചിന്തിക്കണം കേട്ടോ, ദൈവങ്ങൾ ചിന്തിക്കണം. യേശു എന്നിട്ട് ഇസ്രായേൽ മക്കളെ ഒന്ന് കർത്താവെന്ന് തിരിച്ചു വിളിക്കാനായി ദൈവം നോക്കിയപ്പോൾ ഒരു യാഗവും കത്തുന്നില്ല, ഒരു യാഗപീഠം പണിയപ്പെടുന്നില്ല, ആരും ആരാധിക്കുന്നതുമില്ല. തലമുറകളെല്ലാം അന്യം വന്നു പോയി. 400 വർഷക്കാലം അവർ മിസ്രൈമിന്റെ അടിമത്തത്തിലായി. അവസാനം ദൈവം ഇറങ്ങി ഇവരെ ഒന്ന് വിളിക്കാൻ പോലും ഒരു തീ കത്തുന്ന സ്ഥലമില്ലാതിരുന്നപ്പോൾ ദൈവം തീരുമാനിച്ചു, എനിക്ക് ഇവരുടെ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ഞാൻ കിട്ടുന്നതിനകത്ത് ഇറങ്ങും. ദൈവം എന്താ കണ്ടെന്നറിയാമോ? മുൾപ്പടർപ്പിൽ നിൽക്കുന്ന ഒരു മുള്ളിനെ കർത്താവ് കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനെ അവഗണിക്കരുത് ഈ ഭൂമിയിൽ. ദൈവം പണിഞ്ഞിരിക്കുന്ന ഒന്നിനെയും ഈ ഭൂമിയിൽ നീ അവഗണിക്കരുത്. അത് മുള്ളാണെങ്കിലും ശരി, ദൈവം ഇറങ്ങാൻ വിശ്വസ്തനാ. ഒരാമയം പറഞ്ഞാട്ട്. പലരുടെയും സ്വഭാവം കണ്ട് നമ്മൾ പലരെയും അവഗണിച്ചു കളയും. ഒന്നിനെ അവഗണിക്കരുത്. ദൈവം ഇറങ്ങിയാൽ അവന്റെ സ്ഥിതി മാറും. ഒരാമയം പറഞ്ഞ കർത്താവിന് സ്തോത്രം. ദൈവം ഇറങ്ങിയാൽ അവന്റെ അവസ്ഥ മാറും. ദൈവം ഇറങ്ങിയ അവന്റെ പേര് മാറും. ഹല്ലേലൂയ. കേട്ടോ, ആ മുൾപ്പടർപ്പിനകത്ത് ഇറങ്ങുവാൻ ദൈവം ദയ കാണിച്ചു. He came down on the throne. എന്താ? യാഗപീഠം കത്തുന്നില്ല, യാഗം കാണാനില്ല, ദൈവത്തിന് മഹത്വമായി ഇറങ്ങുവാനും വേറെ സ്ഥലങ്ങൾ കാണുന്നില്ല. ദൈവം തീരുമാനിച്ചു, മുൾപ്പടർപ്പെങ്കിൽ മുൾപ്പടർപ്പ് ഇറങ്ങിയേക്കാം. നിങ്ങളുടെ ഏത് അവസ്ഥയ്ക്കകത്ത് ദൈവം ഇറങ്ങും. സ്തോത്രം പറഞ്ഞേ. ഏതവസ്ഥയ്ക്കും കാലങ്ങളായി ആർക്കും വേണ്ടാതിരുന്ന ഈ മുൾപ്പടർപ്പിനകത്ത് എൻ്റെ ദൈവം ഇറങ്ങിയെങ്കിൽ ഏത് മുൾപ്പടർപ്പിനകത്ത് ഈ പട്ടണത്തിനകത്ത് ദൈവം ഇറങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും, കർത്താവേ, ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥ പറഞ്ഞല്ലോ, മുൾപ്പടർപ്പാ. പക്ഷെ ഇന്ന് കർത്താവ് ഇറങ്ങും.
ഇന്ന് കർത്താവിനെ സെലക്ട് ചെയ്യും. എനിക്കറിയാം അവനെ കൊണ്ടുപോയിട്ടിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഞാൻ അവനെ കണക്ട് ചെയ്യുന്ന സ്ഥലം എനിക്ക് വ്യക്തമായി അറിയാം. ഒരാമയും പറഞ്ഞാട്ട് സ്തോത്രം ചെയ്തിട്ട് ഹല്ലേലൂയ. അതേപോലെ കഴിഞ്ഞ ദിവസം വേറൊരു വ്യക്തി വളരെ ബലഹീനനാ, പക്ഷെ എനിക്കറിയാം തീ ഇറങ്ങിയാൽ അവൻ്റെ അവസ്ഥ മാറുമെന്നറിയാം. സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് നമ്മുടെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകത നമ്മുടെ സമ്പാദിക്കുന്ന ശമ്പളത്തിലോ വരുമാനത്തിലോ നമ്മുടെ കുടുംബത്തിലോ കുടുംബ പാരമ്പര്യത്തിലോ ഒന്നുമല്ല. തീ ഇറങ്ങിയാൽ മതി. തീ ഇറങ്ങിയാൽ പേര് മാറും. തീ ഇറങ്ങിയാൽ അവസ്ഥകൾ മാറും. തീ ഇറങ്ങിയാൽ അവഗണന മാറും. തീ ഇറങ്ങിയാൽ മറ്റു പലരെയും നമ്മൾ ആകർഷിക്കും. തീ ഇറങ്ങിയാൽ നമ്മളെ പലരും ശ്രദ്ധിക്കും. തീ ഇറങ്ങിയാൽ നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റമുണ്ടാകും. ഇന്ന് രാത്രി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തീ ഈ ആലയത്തിനകത്ത് ഇറങ്ങട്ടെ. ഈ ബാംഗ്ലൂർ പട്ടണം കാണത്തക്ക രീതിയിൽ ഒരാത്മാവിന്റെ തീ ഈ പട്ടണത്തിനകത്ത് ഇറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഇതുവരെയും കത്താതിരുന്ന ഇതുവരെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് നിന്ന്, ഇതുവരെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് തീ ഇറങ്ങിയാൽ അവസ്ഥകൾ മാറും. ഇന്ന് പകൽ നിന്റെ അവസ്ഥകൾ മാറുന്ന പകലാണ്. വിശ്വസിച്ച് രാമയും പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുക. തീക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ കളറ് മാറ്റുകയും നിന്റെ പേര് മാറ്റുകയും നിന്റെ അവസ്ഥകൾക്ക് ഭേദം മാറ്റുകയും നിന്റെ സ്വരൂപം നോക്കാതെ, നിന്റെ സ്വഭാവ ഗുണം നോക്കാതെ, കഴിവ് നോക്കാതെ ഇന്ന് പകൽ ഇറങ്ങുന്നൊരു തീയാണ് ഈ തീ. ഒരാത്മീക ദൂത് വരുമ്പോൾ പ്രതികരിക്കാൻ പോലും പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ടു പോയൊരു ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ. ഒരു ദൂതിന് വെളിപ്പെടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല, എങ്ങനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണമെന്ന് അറിയില്ല. എന്താ കാര്യമെന്നറിയാമോ? അമൽ മുൾപ്പടർപ്പിൽപ്പെട്ടു പോയ തീയ. എന്നാൽ ഇന്ന് പകൽ ആ പേര് മാറാനും അതിൻ്റെ കളറ് മാറാനും അതിൻ്റെ അമൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ആ തീ കത്തി മുൾപ്പടർപ്പ് കത്തിപ്പോകുന്നതുമില്ല. ഹല്ലേലൂയ. ഈ തീ ഇറങ്ങിയാൽ ഒന്നും നശിച്ചു പോകത്തില്ലെന്നേ. Thank you Jesus. Hallelujah. നമ്മൾ വിചാരിക്കുന്ന പെന്തക്കോസ്ത് പോയാൽ നശിച്ചു വന്നു. ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു മനുഷ്യനും നശിച്ചു പോകുന്നത് കണ്ടിട്ടില്ല. ഈ മാർഗത്തിൽ വന്നിട്ട് ഈ പുസ്തകം എടുത്തിട്ട് ഒരു മനുഷ്യനെ ഇന്ന് വരെ നശിച്ചു പോയത് കണ്ടിട്ടില്ല. ആത്മാർത്ഥമായി എടുത്തിട്ടുണ്ടെങ്കിൽ, തീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ തകർന്നു പോകത്തില്ല. ഒരാമയം പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. അനേകർ കന്യ രോഗങ്ങൾ, ബാധകൾ, പോരാട്ടങ്ങൾ, ബന്ധനങ്ങൾ കൊണ്ട് കടന്നു വരുമ്പോൾ നീ സുരക്ഷമായി നിൽക്കുന്നത് ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ്. പെന്തക്കോസ്തിൽ വന്നാൽ അങ്ങനെയാകും ഇങ്ങനെയാകും, ക്ഷീണം വന്നോ. എവിടെയാ നമ്മുടെ സുരക്ഷിതത്വം? എവിടെയാ നമ്മുടെ പ്രതീക്ഷ? എവിടെയാ നമ്മുടെ പ്രത്യാശ? നമ്മളെല്ലാം ഈ ഭൂമിയിൽ താൽക്കാലികമായി കാട്ടിക്കൂട്ടുന്ന പലതും നമ്മുടെ സ്വസ്ഥമായി നമ്മൾ ഇരിക്കുമ്പോൾ വചനം പറയുന്നു, തീ ഇറങ്ങിയാൽ മുൾപ്പടർപ്പ് കത്തിപ്പോകുകയില്ല. കത്തിപ്പോകാത്ത മുൾപ്പടർപ്പ് ഇന്നുമുണ്ട് ഈ ഭൂമിയിൽ. യു വിൽ നോട്ട് ബി ഡിസ്ട്രോയിഡ്. ഈ തീ ഇറങ്ങിയാൽ മതി. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭവനം എല്ലാം ദൈവം ബെസ്റ്റായി ദൈവം സൂക്ഷിപ്പാനിടയായി. രാമൻ പറഞ്ഞ് കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ തീ ഇറങ്ങിയാൽ ഈ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ദൈവത്തിന് മുൾപ്പടർപ്പിൽ ഇറങ്ങേണ്ടി വന്നു തന്റെ ജനത്തെ വിടുവിക്കാൻ. ഈ പട്ടണത്തിൽ സുവിശേഷത്തെ കൊണ്ടുവരുവാൻ ഈ മുൾപ്പടർപ്പായ നമ്മളിൽ അവൻ ഇറങ്ങേണ്ടി വന്നു. അംഗീകരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അംഗീകരിക്കുന്നുണ്ടോ? ഈ പട്ടണത്തിലൊരു ദൈവവേല ചെയ്തെടുക്കുവാൻ മുൾപ്പടർപ്പായ നമ്മളിൽ അവൻ ഇറങ്ങേണ്ടി വന്നു. പലരും ആരാധന ബന്ദ് ചെയ്തപ്പോ കണ്ടോ, പലരും ആരാധന ബന്ദ് ചെയ്തപ്പോ, പലരും ദൂതന്മാരുടെ പുറകെ പോയപ്പോ, പലരും മനുഷ്യന്റെ പുറകെ പോയപ്പോ, ഇന്ന് പകൽ ദൈവസഭ മടങ്ങി വരേണ്ടത് ആമേൻ അതെല്ലാം അയ്യോ ചപ്പാണേ, ചവറാണേ. പൗലോസ് പറഞ്ഞത് വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. അത് വെറുതെ വ്യാഖ്യാനിച്ചെടുക്കല്ലേ. ഒരു മനുഷ്യനിലും ഈ ഭൂമിയിൽ പ്രതീക്ഷ വെച്ചേക്കല്ലേ. ദൈവമല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനിലും പ്രതീക്ഷ വെക്കരുത് കേട്ടോ. ചപ്പാണതെല്ലാം ചപ്പ്. ഇനി സ്വന്തം എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ദൈവം കഴിഞ്ഞ് അവർ നമുക്കുണ്ടാകാവൂ. സ്തോത്രം. എങ്കിലേ ഈ പെന്തക്കോസ് മടങ്ങി വരൂ.
ഈ പെന്തക്കോസ് മടങ്ങി വരണമെങ്കിൽ ആ ദൈവത്തെ കേന്ദ്രീകൃതമായ ആരാധന റെസ്റ്റോർ ആകണം. ദൈവ കേന്ദ്രീകൃതമായ ആരാധന റെസ്റ്റോർ ആകണം. ഇന്ന് വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ നല്ലതാ, പ്ലസ് എംഎംഎയുണ്ട്, ഏതൊക്കെ ദൈവദാസന്മാരുണ്ട്, നല്ലതാ. പക്ഷേ ടു ഹൂം യു വർഷിപ്പ്, നമ്മൾ ആരെ ആരാധിക്കുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനൊരു പുതിയ പാട്ട് പാടാനുണ്ടോ? എനിക്കുണ്ട്. എൻ്റെ കർത്താവിനോട് വ്യക്തിപരമായി പാടാൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവത്തോട് പറയാൻ എന്താ ഉള്ളേ? എനിക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് പറയാൻ ആയിരക്കണക്കിന് കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായി എൻ്റെ ദൈവത്തോട് പറയാനുണ്ട്. ഓ മൈ ഗോഡ്, ബ്ലസ് എംഎംഎനെ പറയുന്നത് മാത്രമല്ല ഞാൻ പറയേണ്ടത്. താങ്ക് യു ജീസസ്. വിജയഞ്ചന് പറയേണ്ടതല്ല ഞാൻ പറയേണ്ടത്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ദൈവത്തോട്, റെഹിനാഡ് ബോങ്ക് പറയേണ്ടതല്ല ഞാൻ പറയേണ്ടത്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ദൈവത്തോട് പറയാനുള്ള വാക്കുകൾ. Where is your God? നമ്മുടെ ദൈവം എവിടെയാ? We follow some people, we don't follow God. നമ്മൾ പല മനുഷ്യരെയും പിൻപറ്റുകയാ, പല സ്ട്രാറ്റജി പിൻപറ്റുകയാ. Where is our God? റൗസ്മാനിയ റഗഷകതാനിയ ലൗഡൽ ബുഹോസോനിയ താരിയ റഗസ്തിനിയ റൗഷ്മാ നഗതാനിയാന്തരം. Come back to the relationship with God. ദൈവം എവിടാന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, ഗോഡ് ഈ സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു, അവൻ അദൃശ്യനാകുന്നു. അതിൽ കൂടെ എനിക്ക് വിവരിക്കാൻ ഒന്നുമില്ല. വാ, അനുഭവിച്ചറിയ്, ഈ ദൈവം വലിയവനാ. അതിൽ കൂടെ എനിക്ക് വലുതാണെന്ന് പറയാനില്ലെന്നേ. വാ, കടന്നൊന്ന് അനുഭവിച്ചു നോക്ക്. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം, ഹല്ലേലൂയ. ട്യൂമറുകൾ സൗഖ്യമാകും, കുഷ്ഠരോഗങ്ങൾ സൗഖ്യമാകും. ഈ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദൈവം നമ്മുടെ കരം കെട്ടി അല്ലെങ്കിൽ നമ്മുടെ കൈക്കുള്ളിൽ ഇരിക്കുന്ന വ്യക്തിയല്ല. He is able. നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കിഡ്നിയെ നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ? Are you able to touch your kidney? Are you able to touch your liver? Are you able to touch your lungs? No. But invisible God, അദൃശ്യനായ ദൈവത്തിന് അവിടെ തൊടാൻ പറ്റും, അവിടെ കയറാൻ സാധിക്കും. നീ ആരോഗ്യത്തോടിരിക്കുന്നത് ഈ ഇൻവിസിബിൾ ഗോഡിന്റെ ശക്തി നിന്റെ ശരീരത്തിനകത്ത് കയറുന്നത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ഈ ഇൻവിസിബിൾ ഗോഡിനെ നീ വിസിബിൾ ആക്കാൻ നോക്കരുത്. അവൻ ഇൻവിസിബിൾ ആയി തന്നെ ഇരിക്കട്ടെ, എങ്കിലേ നിനക്ക് ദീർഘായുസ്സുള്ളൂ. പ്രൈസ് ഗോഡ്. എങ്കിലേ നിനക്ക് നന്മയുള്ളൂ. നിന്റെ ശത്രുവിനെ നിനക്ക് കാണാൻ പറ്റില്ല. You cannot know where is your enemies, but he knows because he is an invisible God. നിന്റെ ശത്രുവിന് പോലും അവനെ കാണാൻ പറ്റത്തില്ല. അവൻ അദൃശ്യനായ ദൈവമാ. ഒരാമയും പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ദൂതന്മാർക്ക് പോലും അവനെ കാണാൻ പറ്റുകയില്ല. അവൻ അദൃശ്യനായ ദൈവമാ. പിശാചുക്കൾ പോലും അവനെ കാണാൻ പറ്റുകയില്ല. അവൻ അദൃശ്യനായ ദൈവമാ. നിനക്ക് വിരോധമായി പൈശാചികൻ അവൻ പ്രാണികൾ ചെയ്യുമ്പോൾ എന്റെ ദൈവം അവിടെയുണ്ട്. കാരണം അവൻ അദൃശ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഇൻവിസിബിൾ ഗോഡിനെ നമ്മൾ സെർവ് ചെയ്യുന്നേ. ഈ ഇൻവിസിബിൾ ഗോഡിനെ ദൃശ്യമേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. കൊണ്ടുവന്നാൽ നമുക്കത് ബുദ്ധിമുട്ട്. താങ്ക് യു ജീസസ്. ഒരാമയും പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ഇൻവിസിബിൾ ഗോഡിനെ ആരാധിക്കാൻ ദൈവസഭ മടങ്ങും. വീട്ടിലൊക്കെ ആരാധന നടന്നത് എത്ര നാളായി? ഒരു നല്ലൊരു ആരാധന നടന്നത് എത്ര നാളായി? എന്താ പ്രശ്നം? എന്താ ഇത്ര പ്രശ്നം? വീട്ടിനകത്ത് ആത്മാർത്ഥമായ പ്രാർത്ഥന നടന്നത് എത്ര നാളായി? Pentecostal people of God, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം, to whom you are trusting? You are trusting some church, you are trusting some people, you are trusting some pastors and prophet. അവരെല്ലാം മാറിപ്പോകും. ദൈവം മാറാത്തവനാ. Turn to God. ദൈവത്തിലേക്ക് തിരിയ്. മടങ്ങി വാ ദൈവത്തെങ്കിലേക്ക്. ഈ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഈ ദൈവത്തിന് അതിനോട് പറയാനുള്ളേ. ഈ കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ്. അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവത്തെ നമ്മൾ ചെറുതാക്കല്ലേ. ഈ ദൈവത്തെ നമ്മൾ ചെറുതാക്കല്ലേ. ഈസ് എ ബിഗ് ഗോഡ്. താങ്ക് യു ജീസസ്. നമ്മൾ ഒരു പ്രാർത്ഥനയോട് തൃപ്തി അടയാറുണ്ട്. രണ്ട് കൈയടിച്ചൊരു പാട്ടുപാടി ആരാധനയൊക്കെ അതിൻ്റെ ഡെപ്തൊക്കെ, എൻ്റെ ദൈവമേ, അതിൻ്റെ ഡെപ്തൊക്കെ. until you die spiritually and physically you have to worship. മരണം വരെ കൊണ്ടു നടക്കേണ്ടത് ആരാധന.
മടങ്ങി വരണം ദൈവസഭയ്ക്കകത്ത്. എൻ്റെ ദൈവം മതി എന്ന് പറയണം. ഇന്ന് പലരും പറഞ്ഞ വാക്കുകൾക്കകത്ത് ഇന്ന് പലരും കുടുങ്ങിക്കിടക്കുന്നത് പ്രൊഫറ്റിക്കൽ വേർഡിനകത്താണ്. ഇന്ന മാസം ഇത്രാം തീയതി, വേർ ഇസ് യുവർ ഗോഡ്? ഹി ഈസ് ഏബിൾ ടു ചേഞ്ച്, റൈറ്റ്? ആ ദൈവത്തിന് മാറ്റാൻ പറ്റില്ലേ? പറ്റും. മാറ്റിയില്ലേ? മാറ്റിയിട്ടുണ്ടല്ലോ. എവിടെ? നോഹയുടെ കാലഘട്ടത്തിൽ മാറ്റിയില്ലേ? ദൈവമല്ലേ ഭൂമിയെ നശിപ്പിച്ച മുഴുവൻ? ദൈവമല്ലേ ഭൂമിയെ തകർത്ത് കളഞ്ഞേ? എന്നിട്ട് ദൈവം മടക്കിക്കൊണ്ട് വന്നില്ലേ? എന്താ? ആരാധന. ഒരു മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അവന്റെ മക്കളിൽ പ്രതീക്ഷ വെക്കാതെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോഴേ ഈ ഭൂമിയിൽ വേണ്ടതൊക്കെ ദൈവം മടക്കി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം, turn to God, turn to God, turn to God. ദൈവത്തെങ്കിലേക്ക് തിരിയണം കേട്ടോ. യൗവനക്കാർ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ടേൺ ടു ഗോഡ്. നിങ്ങളുടെ ഫ്യൂച്ചർ ബ്ലെസ്ഡ് ആകണമെങ്കിൽ ടേൺ ടു ഗോഡ്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ലീഡേഴ്സ് കാണും, പക്ഷെ ടേൺ ടു ഗോഡ്. നിങ്ങൾക്ക് ദൈവമാണ് നിങ്ങളുടെ ആശ്രയം. നമ്മുടെ ആശ്രയം ദൈവമാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആമേൻ, ഇന്ന് രാത്രി ഈ ദൈവത്തെ ആരാധിക്കും. ഈ ദൈവം എൻ്റെ ദൈവം. റൗഷ്മാന ഗഥാനിയാന്തറ ഉഡൽകബല ഗഥാരിയാന്തറ ബരഗ. How many of you want to speak to God, your God? ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുണ്ട്? ഇന്ന് പകൽ എത്ര പേർക്ക് നിങ്ങൾ ഈ ദൈവത്തിലേക്ക് മനസ്സും തിരിക്കാൻ ആഗ്രഹമുണ്ട്? കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, ആമേൻ, പൗലോസ് പറയുകയാണ്, അയ്യോ നിങ്ങൾ അറിയാത്തവനെ അല്ല ആരാധിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നു, അയ്യോ അവൻ അറിവില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നു. വി ആർ നോട്ട്. നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അദൃശ്യനായ ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് രാമയും പറഞ്ഞ് കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് ഈ ദൈവം അദൃശ്യനാണ്. ഇന്ന് പകലി ഒരു നിമിഷം പാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവത്തോട് പറയാം, ലോർഡ് ഐ വാണ്ട് ടു ടേൺ ടു മൈ ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പെന്തക്കോസ്ത് മടങ്ങി വരണോ? ജീവിതം മടങ്ങി വരണോ? കുടുംബജീവിതം മടങ്ങി വരണമോ? സമാധാനം മടങ്ങി വരണമോ? സാമ്പത്തിക നന്മകൾ മടങ്ങി വരണമോ? Turn to God, not on prophesy, not on prophets. പ്രവാചകന്മാരുടെ മേലും പ്രവചനത്തിന് മേലും ആശ്രയിക്കാതെ turn to God. ദൈവത്തിലേക്ക് ആശ്രയം വെക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ കൂടി കർത്താവിനോട് പറഞ്ഞു, യേശുവേ ഐ വാണ്ട് ടു ടേൺ ടു ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? Tell to him. ദൈവത്തോട് പറ, യേശുവേ here I am a God. ഹല്ലേലൂയ. ഞാൻ കടന്നു വന്നിരിക്കുന്നു നഗ്നമായ കരങ്ങളുമായി, നഗ്നമായ കാലുകളുമായി, ഇന്ന് പകൽ നഗ്നമായ empty heartമായി, ഓപ്പൺ പേജായി ഇന്ന് പകൽ ഞാൻ കടന്നു വരികയാണ്. യേശുവേ ഐ ആം ടേണിംഗ് ടു ഗോഡ്. റോഷ്ബാല ധാര ധാരി അധാര ബഡലകബതനി ലൗഷ്ബാലക തേരി അധാർ ബഡലകബതനി റൗസ് ലൗർബഷ കദാര തേരി അധറബഗസ്താനിയ. ആരിലാണ് നമ്മുടെ ആശ്രയം മുഴുവൻ ഈ ഭൂമിയിൽ? ആരിലാണ് നമ്മുടെ പ്രതീക്ഷ ഈ ഭൂമിയിൽ? ഇന്ന് പലരും യോസഫുമാരിൽ പ്രതീക്ഷ അർപ്പിച്ചപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, turn to God, turn to God, turn to God. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി കരമുയർത്തണം. He's real. He's real ആണ്. അവർ റിയലിസ്റ്റിക് ആയ ദൈവമാണ്. Thank you Jesus. റോഷ്ബാല ധാര ധാര ബല ദുരിബിരി കമന ബഡലം. Turn to God. Turn to God. Oh 2024, turn to God.
മാറത്തില്ല, എന്റെ ഫോക്കസ് മാറില്ല, എന്റെ ലക്ഷ്യം മാറുകയില്ല. കർത്താവേ, ഓ ഈ ദൈവം എന്റെ ദൈവം. We worship you, Lord. എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയോ. ഈ ദൈവം എന്റെ ദൈവം. ശബലധാരിയ പരടലമധാരിയ. ഈ താതൻ എന്റെ താതൻ. ഈ ദൈവം എന്റെ ദൈവം. ഈ താതൻ എന്റെ താതൻ. എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. അദൃശ്യനായ ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ തന്റെ പ്രിയപ്പെട്ട ജനത്തിൽ മേലെ ഇറങ്ങുമാറാകട്ടെ. എല്ലാ അന്യായ രോഗങ്ങളും അന്യായ ശക്തികളും യേശുവിന്റെ നാമത്തിൽ അദൃശ്യനായ ദൈവത്തെ സാക്ഷി നിർത്തി ഈ പകൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, തന്റെ ജനത്തെ വിട്ടുമാറുക. ജനത്തെ മൂടിയ മൂടാപ്പുകൾ, ആമേൻ, അദൃശ്യമായ വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ, രോഗശക്തികൾ, മറഞ്ഞും തെളിഞ്ഞു വരുന്ന ശല്യപ്പെടുന്ന ദുർശക്തികൾ യേശുവിൻ നാമത്തിൽ ഈ പകൽ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് പകൽ വിടുതൽ സംഭവിക്കാൻ ചില കുടുംബങ്ങൾക്കകത്ത് ചില വിടുതലുകൾ സംഭവിക്കുന്നു. അന്യ രോഗങ്ങൾ വിട്ടുമാറുന്നു, അന്യായ വേദനകൾ വിട്ടുമാറുന്നു, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു, ശാപങ്ങൾ തകർന്നു പോകുന്നു. ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അദൃശ്യനായ ദൈവത്തെ സാക്ഷി നിർത്തി ഈ പകൽ അദൃശ്യനായ ദൂതന്മാർ തന്റെ ശുശ്രൂഷകളെ ഈ ഭൂമിയിൽ ചെയ്യുകയാണ്. ഓൺലൈനിൽ കൂടി ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. ഈ അദൃശ്യനായ ദൈവം ഇറങ്ങി അന്യായ രോഗങ്ങൾ, വേദനകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. ഇപ്പോൾ 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 ഈ അദൃശ്യനായ ദൈവം, ഈ അദൃശ്യനായ ദൈവം ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ട്യൂമറുകൾ മാറിപ്പോകട്ടെ, എല്ലാ ട്യൂമറുകൾ മാറിപ്പോകട്ടെ, എല്ലാ ട്യൂമറുകൾ മാറിപ്പോകട്ടെ. കൊളസ്ട്രോൾ സൗഖ്യമാകട്ടെ, ഷുഗറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. തൈറോയ്ഡ് പ്രോബ്ലംസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൊളസ്ട്രോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. BP യേശുവിൻ നാമത്തിൽ നോർമലാകട്ടെ. പാൻക്രിയാസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ അദൃശ്യ ദൈവത്തെ സാക്ഷി നിർത്തി ഇന്ന് രാത്രി പകൽ ഡിക്ലെയർ ചെയ്ത്, ഈ അദൃശ്യ ദൈവത്തെ സാക്ഷി നിർത്തി ഈ പകൽ ഡിക്ലെയർ ചെയ്ത് ഈ പകൽ ഒരു സൗഖ്യത്തിന്റെ പകലാണ്. കുടുംബങ്ങളെ തകർക്കുന്ന ദുർപിശാചുകൾ യേശുവിൻ നാമത്തിൽ ഈ പകൽ ദേശം വിട്ടോടട്ടെ, ദേശം വിട്ടോടട്ടെ. സമാധാനത്തെ കെടുത്തുന്ന ദുർശക്തികൾ യേശുവിന്റെ നാമത്തിൽ ദേശം വിട്ടോടട്ടെ. യെസ് 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 യെസ്. പ്രാർത്ഥിച്ചേ 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 പ്രാർത്ഥിച്ച് ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ കയറിക്കേ, പ്രാർത്ഥനയിൽ കയറിക്കേ. തകരുകയാണ്, തകരുകയാണ്. ഇരുട്ടിന്റെ സിംഹാസനങ്ങൾ തകരുന്നു, പിശാചിന്റെ സിംഹാസനങ്ങൾ തകരുന്നു. ഓ നെഞ്ചിന്റെ ഇടത് ഭാഗത്തായി വേദന ഉണ്ടാക്കുന്ന അമേന ദുർപിശാച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. സൗഖ്യം 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 സൗഖ്യം. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് സ്വീകരിച്ചാട്ട് ഈ അന്തരീക്ഷത്തിൽ അദൃശ്യനായ ദൈവമുണ്ട്. ഈ അദൃശ്യനായ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനത്തെ തൊടുകയാണ്, തൊടുകയാണ്, തൊടുകയാണ്. നീ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരത്തില്ല. ഇന്ന് പകൽ യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. നീ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരത്തില്ല. യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. ഗർഭപാത്രത്തിലെ മുഴകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കരങ്ങളെ അടിച്ച നല്ല ദൈവത്തിന് ശക്തിയോടെ 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 കരങ്ങളെ അടിച്ച നല്ല ദൈവത്തിന്, കരങ്ങളെ അടിച്ച നല്ല ദൈവത്തിന്. യെസ് 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 യെസ്. സൗഖ്യമേ ആനത്ത് നടക്കുകയാണ്, സൗഖ്യമേ ആനത്ത് നടക്കുകയാണ്. മരിച്ചു തള്ളി വിധി എഴുതിയ പലതിനെയും ഈ പകൽ ഞങ്ങൾ മടക്കിയെടുക്കുകയാണ്. മരിച്ചു കഴിഞ്ഞ പലതിനും ഞങ്ങൾ മടക്കിയെടുക്കുകയാണ്.
നഷ്ടപ്പെട്ടു പോയ പലതും ഈ പകൽ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരികയാണ്. നഷ്ടപ്പെട്ടു പോയ പലതും ഈ പകൽ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരുന്നു. ചില ബന്ധങ്ങൾ മടങ്ങി വരുന്നു, ചില കുടുംബങ്ങൾ മടങ്ങി വരുന്നു, ചില പ്രാർത്ഥനകൾ മടങ്ങി വരുന്നു, ചില ആരാധനകൾ മടങ്ങി വരുന്നു, റെസ്റ്റോറേഷൻസ് മടങ്ങി വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് 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 എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 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 യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്. ഈ അഭിഷേകത്തിന് ചിലത് ചെയ്യാനുണ്ട്, ഈ അഭിഷേകത്തിന് ചിലത് ചെയ്യാനുണ്ട്. Yes, 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 yes. റോഷ്ബാല ധാര 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 ധാര. ഈ അഭിഷേകത്തിന് ചിലത് ചെയ്യാനുണ്ട്, ഈ തീക്ക് ചിലത് ചെയ്യാനുണ്ട്, ഈ തീക്ക് ചിലതിനെ ആകർഷിക്കാനുണ്ട്. Yes, 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 yes. പരിശുദ്ധാത്മാ പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്നു, നഷ്ടപ്പെട്ടത് ഞാൻ മടക്കി തരും, നഷ്ടപ്പെട്ടത് ഞാൻ മടക്കി തരും. ദൈവത്തിങ്കലേക്ക്, ദൈവത്തിങ്കലേക്ക്, ദൈവത്തിങ്കലേക്ക് നീ മടങ്ങി വന്നാൽ, നീ മടങ്ങി വന്നാൽ ഞാൻ മടക്കി തരും. മടങ്ങി വാ, മടങ്ങി വാ, ദൈവസഭ മടങ്ങി വാ, ദൈവജനം മടങ്ങി വാ. Yes, 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 yes. Rusmana thara 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 thara. Udala bala bala gabala gadala gabala gadala gabala gaduriya. Udala gabala bala gabala gaduriya thara. Udala gabala gadala gabala gaduriya thara. Udala gabala gaduriya. നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ മടക്കി തരും, നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ മടക്കി തരും. നീ ആരാധനയിലേക്ക് മടങ്ങി വന്നാൽ, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ട സന്തോഷം ഞാൻ മടക്കി തരും, നഷ്ടപ്പെട്ട ആത്മീക ജീവിതം ഞാൻ മടക്കി തരും, നഷ്ടപ്പെട്ട ആരോഗ്യം ഞാൻ മടക്കി തരും. ഓൺലൈനിൽ കൂടി ഞങ്ങളെ വാച്ച് ശ്രദ്ധിച്ചാട്ട് നഷ്ടപ്പെട്ട ഒന്ന് ആരോഗ്യം ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. ദൈവജനത്തിനൊന്നും നഷ്ടമല്ല, ദൈവത്തിനൊന്നും നഷ്ടമല്ല. 99 വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി പോയതാണെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ മനസ്സിനകത്ത് ഒന്ന് പോലും നഷ്ടമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവം ഒന്നും നഷ്ടമാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ കഥ മടക്കിയെടുക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ മടക്കി തരുന്നതിനായി സ്തോത്രം. കർത്താവ് പലതും മടക്കി തന്നിട്ടുണ്ട് കേട്ടോ. യേശു ഒന്നും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. 99 ഉണ്ടെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പുറകെ എന്റെ കർത്താവ് പോവും. ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുന്നു, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും പറയുന്നു, നിനക്ക് നഷ്ടമായി പോയതിനെ തേടി ഈ അദൃശ്യ ദൈവം ഇന്ന് പകൽ പോയിട്ടുണ്ട്. അത് മടക്കി നിന്റെ കരങ്ങളിൽ ഈ ആഴ്ചയിൽ കർത്താവ് കൊണ്ടുതരും. ദൈവത്തിലേക്ക് തിരിയുക. വീടുകളിൽ പ്രാർത്ഥനയും ആരാധനയും റെസ്റ്റോർ ആകട്ടെ. വീടുകളിൽ ദൈവ കേന്ദ്രീകൃതമായ ആരാധന റെസ്റ്റോർ ആകട്ടെ. പ്രിയപിതാവേ, ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഫോക്കസ് മുഴുവൻ ദൈവത്തിലേക്ക് നമുക്ക് തിരിക്കുകയാണ്. We are turning to God. We are turning to God. മഹത്വം കർത്താവ് എടുക്കും. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ പിതാവേ, ആമേൻ.